ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച ഡേ ട്രേഡിങ്ങിന് പറ്റിയ കുറച്ച് സ്റ്റോക്സുകളും അതിൻ്റെ ലെവൽസും ആണ്. അപ്പോൾ നമ്മൾ മന്ത്ലി ഹൈ ബ്രേക്ക്ഔട്ട് ലെവൽസ് ആണ് ഇതിനുവേണ്ടി നോക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് TCS ആണ്. അപ്പോൾ നമ്മൾ TCS മന്ത്ലി ചാർട്ട് നോക്കി കാണാൻ സാധിക്കും. റീസെൻറ്റ് വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് 4043 ആണ്. ഇപ്പോൾ മാർക്കറ്റ് ആ ലെവൽസിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 4043 ലെവൽസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു അപ് ട്രെൻഡ് എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് TCS. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത്, അതായത് 4043 ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് എങ്ങനെയാണ് നമുക്ക് ഡേ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മന്ത്ലി ചാർട്ട് എടുത്തിട്ട് 4043 ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് 5 മിനിറ്റിലേക്ക് മാറ്റാം ചാർട്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴാണ് ഈ ഒരു 4043 ലെവൽ ബ്രേക്ക് ചെയ്തത് അപ്പോൾ മാത്രം ഈ ഒരു സ്റ്റോക്സ് വാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ 4043 ഒരു 5 മിനിറ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിലും കൂടി നമ്മളൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ അതും ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ് TCS. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ 4043 ലെവൽ വലിയൊരു ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് റീടെസ്റ്റ് ഈ ഒരു ലെവലിൽ വരെ വന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത് തിരിച്ച് നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, മാർക്കറ്റ് ആ ഒരു ഈ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തൊരു റെഡ് ക്യാൻഡിൽ വരാണ്, ആ ലെവൽ ഈ ഒരു 4043 ലെവൽ താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡൗൺ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഷോർട്ട് സെല്ലൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ റീസൺ വന്നിരുന്ന ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്സ് വന്നിരിക്കുന്നത് TCS ആണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് EID പാരി ആണ്. അത് നമുക്ക് മന്ത്ലി ചാർട്ട് എടുത്ത് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ 670 ആണ് മുമ്പ് വന്നിരിക്കുന്ന ഹൈ വന്നിരിക്കുന്നത് 670 ആണ്. ഇപ്പോൾ മാർക്കറ്റ് 641.60 ആണ്. അപ്പോൾ EID പാരി എപ്പോഴാണ് ഈ 670 ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രം നമ്മൾ വാച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഈ ഒരു 670 ബ്രേക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ കൂടി നോക്കാം. അതും ബുള്ളിഷ് ആണെങ്കിൽ നമുക്കൊന്ന് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. അതല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ ഈ 670 ബ്രേക്ക് ചെയ്ത് താഴെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് സെല്ലെടുക്കാവുന്നതാണ്. താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് KPIT ടെക് ആണ്. അപ്പോൾ ഇത് നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക്ഔട്ട് എടുത്താണ് നിൽക്കുന്നത്. 1640 ആണ് ഹൈ വന്നിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് 1577 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു 1640 ലെവലിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബ്രേക്ക് ചെയ്തിട്ട് താഴേക്കാണ് കാണിക്കുന്നതെങ്കിൽ, അതായത് 1640 താഴെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്ക് താഴേക്കിടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ഗ്രാനുൾസ് ആണ്. അപ്പോൾ ഗ്രാനുൾസും നമുക്കിവിടെ കാണാൻ സാധിക്കും. 438 ആണ് പ്രീവിയസ് വന്നിരിക്കുന്ന ഹൈ. അപ്പോൾ ഈ ഒരു 438 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ 438 താഴെയാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഷോർട്ട് സെല്ലൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. ഇനി അടുത്തത് സൊനാറ്റ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സൊനാറ്റ സോഫ്റ്റ്വെയർ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഹൈ വന്നിരിക്കുന്നത് 804 ആണ് പ്രീവിയസ് വന്നിരിക്കുന്ന ഹൈ. അപ്പോൾ ഈ ഒരു 804 ബ്രേക്ക്ഔട്ട് നമ്മൾ വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു 804 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്സും നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു 804 ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാവുന്നതാണ് സൊനാറ്റ സോഫ്റ്റ്വെയർ. പിന്നെ അടുത്ത് ആസ്ട്ര മൈക്രോ ആണ്. ഇപ്പോൾ ആസ്ട്ര മൈക്രോ ഇപ്പോഴും ഒരു ബ്രേക്ക്ഔട്ട് എടുത്താണ് നിൽക്കുന്നത്. മുമ്പൊരു ബ്രേക്ക്ഔട്ട് വന്നിരുന്നു, അവിടെ നല്ല രീതിയിൽ കയറിപ്പോയിണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത ബ്രേക്ക്ഔട്ട് ലെവലിൽ നിൽക്കുകയാണ്. 631.50 ആണ് ഇനി ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 631.50 ബ്രേക്ക്ഔട്ട് ഒന്ന് വാച്ച് ചെയ്തേക്കാം. 631.50 ബ്രേക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ 10 മിനിറ്റ് ബുള്ളിഷ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്സ് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു 631.50 ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഷോർട്ട് സെല് ചെയ്യാൻ പറ്റിയതാണ് ആസ്ട്ര മൈക്രോവേവ്. അടുത്ത LG എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ LG എക്യുപ്മെൻറ്റ്സും 623 ആണ് ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ലെവൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് 606 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് വാച്ച് ചെയ്തേക്കാം. എപ്പോഴാണെങ്കിൽ 623 ബ്രേക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ 623 ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ മാർക്കറ്റ് ബുള്ളിഷ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്.
അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴെയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല് ചെയ്യാവുന്നതാണ്, താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് WSI ആണ്. ഇപ്പോൾ WSIയും ബ്രേക്കൗട്ടിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 141.10 ബ്രേക്കൗട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 141.10 ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്സ് ആണ്. ഇതും പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി അതല്ല, ഇത് ബ്രേക്കൗട്ട് ഫെയിലിയർ ആണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡിൽ റെഡ് വന്നിട്ട് 141.10 താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് സെല് ചെയ്യാവുന്നതാണ്, ഷോർട്ട് സെല് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്സ് താഴെ വരാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് വിന്ധ്യാടെലാണ്. അപ്പോൾ അതും ബ്രേക്കൗട്ട് എടുത്താണ് നിൽക്കുന്നത്. 2710 ബ്രേക്കൗട്ട് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2710 ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു 2710 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് വിന്ധ്യാടെലിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ല ബുള്ളിഷ് ക്യാൻഡിലാണ് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ്. പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് ഷോർട്ട് സെല് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇഞ്ചർറാൻഡ് ആണ്. അപ്പോൾ ഇഞ്ചർറാൻഡും ബ്രേക്കൗട്ടിന് തൊട്ടടുത്താണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ബ്രേക്കൗട്ട് ലെവൽ എന്ന് പറയുന്നത് 3334.25 അപ്പോൾ ആ ലെവൽ ബ്രേക്കൗട്ട് ഒന്ന് വാച്ച് ചെയ്തേക്കാം. ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്ത് മുകളിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് ഷോർട്ട് സെല് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്സുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു ടൈം ഫ്രെയിം 5 മിനിറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് മാർക്കറ്റ് എപ്പോഴാണോ ആ ലെവലിൽ ബ്രേക്ക് ചെയ്യുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എൻട്രി എടുക്കാനായിട്ട്. ജസ്റ്റ് ബ്രേക്കൗട്ടിൽ എൻട്രി എടുക്കാൻ നോക്കരുത്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം മാർക്കറ്റിൻ്റെ. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെങ്കിൽ മാത്രം ബൈ എടുക്കാൻ പാടുള്ളൂ. അതെല്ലാം മാർക്കറ്റ് താഴേക്കാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സെല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.